ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ അഡ്വക്കേറ്റാണ് അദ്ദേഹം എന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ വസന്തിന്റെ മറുപടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് സർക്കാരിന് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് തന്നെയാണ്. ബാക്കിയെല്ലാം അദ്ദേഹം ലീഗൽ ഇൻട്രിക്കസീസ് ആണ് പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം അന്വേഷണം നടക്കുന്ന ഒരു കേസ്, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസ്, ഹൈക്കോടതി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കേസ്, ആ കേസിൽ ഭക്തരുടെ സ്വർണം സംരക്ഷിക്കുന്നതിന് നിയമപരമായും ധാർമ്മികമായും ബാധ്യതയുള്ള സംസ്ഥാന സർക്കാർ ആ കേസിൽ സ്വർണ്ണക്കൊള്ള നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന എവിടെ വെച്ചാണോ സ്വർണം വേർതിരിച്ചെടുത്തിരിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ വക്കീലായി പ്രവർത്തിച്ചിരുന്ന ഒരാളിന് അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ ഒരു നിയമനം നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഈ വിഷയത്തിനെ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല, അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര തരികിടെന്ന് പറഞ്ഞാൽ തിത്തരികിട. ഇന്നിപ്പോൾ സർക്കാർ ഈ സ്പെഷ്യൽ പ്ലീഡർ നിയമനം, അതിൽ കെ.ബി. പ്രദീപിനെ നിയമിച്ച നടപടി റദ്ദാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു രാജി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. താങ്കൾ തൃപ്തനാണോ? സത്യം പറഞ്ഞാൽ കേട്ടപ്പോ ഞാനും ശ്രീ ശ്രീജിത്ത് പണിക്കരും ഒക്കെ ഇന്നലെ മറ്റൊരു പ്രമുഖ ചാനലിൽ ചർച്ചയ്ക്കൊക്കെ ഇരുന്നിരുന്നു. ആദ്യം ഈ വാർത്ത കേട്ടപ്പോ അയ്യോ ഇതെന്താ ഇങ്ങനെ, ശ്രീ വി ഡി സതീശന്റെ സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് സ്വാഭാവികമായി എല്ലാവർക്കും തോന്നും. അവന്മാര് തിരുമണ്ടന്മാരായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. കാര്യം സ്വർണ്ണക്കൊള്ള നമ്മളെ എല്ലാം വേദനിപ്പിച്ച, കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയ CPM-നോട് ബന്ധപ്പെട്ടവർ അകത്ത് കിടക്കുമ്പോൾ അവർക്കൊരു കവർ ഫയർ എന്ന രീതിയിൽ ശബരിമല തന്ത്രി നിരപരാധി എന്ന് കോടതി പിന്നീട് ചൂണ്ടിക്കാണിച്ച ശബരിമല തന്ത്രിയെ 41 ദിവസം ജയിലിലൊക്കെ പിടിച്ചിട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പോയി എന്ന് ആദ്യം അനുമാനിക്കുകയും ഇപ്പോൾ എത്രയോ സ്വർണം പോയി എന്ന് കൃത്യവും ഇപ്പോഴും കുറച്ച് ക്ലാരിറ്റി വരേണ്ട ഒരു വിഷയമാണ്. എനിക്ക് 1.5 മണിക്കൂറെങ്കിലും വേണം ചുരുങ്ങിയത്, എങ്കില് എന്റെ ആശയം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കും. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തത്? എന്തിനാണ് അനാവശ്യമായി ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ക്ലോഷർ വേണം, ഏതെങ്കിലും രീതിയിൽ ശബരിമല വിഷയത്തിൽ നമുക്കൊരു ക്ലോഷർ വേണം. ആ ക്ലോഷറിന്റെ കാര്യം ശ്രമിക്കാതെ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ പ്രതികളെ കണ്ടെത്താതെ, എത്ര സ്വർണത്തിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താതെ സ്മാർട്ട് ക്രിയേഷൻസ് നിന്നൊരാളെ ഇതിലേക്ക് വരുമ്പോൾ ഭക്തരുടെ മനസ്സിന് വിഷമമുണ്ട്. അവർ ഈ ആത്യന്തികമായി ചർച്ചയിലെ ന്യൂവാൻസുകൾ ഉണ്ടെന്നുമല്ല, അവരുടെ മനസ്സിന് വിഷമം സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണം വിശദീകരിച്ചാൽ, പ്രത്യേകിച്ച് ശ്രീ വി ഡി സതീശനെ പോലെ ഭംഗിയോടെ സംസാരിക്കുന്ന ഒരു വ്യക്തി വിശദീകരിച്ചാൽ നന്നായിരുന്നു. വളരെ ആശങ്കയുണ്ടാക്കിയ ശബരിമല കേസ് പോലെ പ്രമാദമായ ഒരു കേസിൽ UDF-നെ ഒരുപക്ഷെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിച്ച പ്രധാനപ്പെട്ട കേസുകൾക്കൊന്നിൽ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച ഒരു അഡ്വക്കേറ്റിനെ സ്പെഷ്യൽ പോസ്റ്റ് ഉണ്ടാക്കി അവിടെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായി ആർക്കും ഒന്ന് പുരികം ചുളിയുമല്ലോ. പക്ഷെ ഒരു കാര്യം വളരെ കറക്റ്റാണ്, ആ രീതിയിൽ പൊതുസമൂഹത്തിൽ നിന്നൊരു എതിർപ്പ് വന്നപ്പോൾ അവർ മാറ്റാൻ കാണിച്ച പോസിറ്റീവ് മനസ്സ് നല്ലതാണ്. മാധ്യമങ്ങളുടെ ചർച്ചയാണെങ്കിലും മറ്റും എവിടെയാണ് ജനാധിപത്യത്തിൽ വ്യത്യസ്ത നിലപാടുകളും നടപടികളും വരും. 100% ഞാൻ യോജിക്കുന്നു. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഭരണകൂടങ്ങളെയും മന്ത്രിസഭയും വിമർശിക്കുകയും അവർ മാറ്റുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും മനസ്സിലൊരു ചെറിയ വിഷമമായി നിൽക്കുന്നത് എന്തിനായിരുന്നു ഈ അൺനെസസറി ആക്ഷൻ എന്നാണ്. അതൊരു പക്ഷേ ശ്രീ വസന്ത് തങ്കമ്പള്ളി അടക്കം വിശദീകരിക്കുമായിരിക്കും. ഇപ്പോ അദ്ദേഹത്തെ നിയമിച്ചതിൽ പൂർണ്ണാർത്ഥത്തിൽ എല്ലാം ശരിയാണ്. അദ്ദേഹത്തെ നിയമിക്കുന്നതിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നില്ലേ എന്ന് അങ്ങോ രാഹുലോ ശ്രീജിത്ത് എന്നോട് ചോദിച്ചാൽ ചെയ്യേണ്ടതായിരുന്നു എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് ഇപ്പോ അങ്ങനെ ഒരു നിയമനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം അങ്ങനെ ഈ പറയുന്ന ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ആ ഒരു അവധാനതക്കുറവ് ഈ കേസിൽ ഉണ്ടായത് പോയിന്റ് ചെയ്തിരുന്ന സമയം, അത് നോട്ട് ചെയ്യപ്പെടുന്ന സമയം, അത് അഡ്രസ് ചെയ്യുകയാണ് ഈ സർക്കാർ. എല്ലാം വെറുമൊരു ഷോ അല്ലേ? അദ്ദേഹത്തെ മാറ്റുകയാണ്, അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്, രാജി മേടിക്കുകയാണ്. അപ്പൊ അതൊരു അങ്ങേക്ക് ചിലപ്പോ ചിരി തോന്നിയേക്കാം. കാര്യം ഇങ്ങനെ മാറ്റങ്ങൾ ഒന്നും കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. 10 കള്ളം പിടിക്കപ്പെട്ടാൽ ഇന്നാ എടുത്തോ എന്ന് പറഞ്ഞാൽ മതിയോ എന്നുള്ളൊരു സംശയം പെട്ടെന്ന് എന്റെ മനസ്സിലൂടെ പോയതുകൊണ്ടാണ്. ശ്രീ വസന്തിൽ നിന്ന് അറിഞ്ഞാൽ കൊള്ളാം, അദ്ദേഹമാണല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി. ശ്രീ കെ.ബി. പ്രദീപിന് ഈ ഒരു നിയമനം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലായിരുന്നു എന്നതിനെ കുറിച്ച് സർക്കാരിന് അറിയാമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്, അറിയില്ലായിരുന്നു എന്നാണോ? അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്ന് പറഞ്ഞതിന് ശേഷം തുടരാം. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അല്ല, അതിന്റെ അകത്ത് ഉത്തരം എന്താണെന്ന് അറിയാം. അത് നേരത്തെ പ്രിജി പറഞ്ഞതിനും കൂടെ കൂട്ടി ഒറ്റ വരിയിൽ ഉത്തരം പറയാം. കെ.ബി. പ്രദീപ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കാലത്തൊഴിഞ്ഞ ആളാണ്. അതായത് നിലവിൽ അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഡ്വക്കേറ്റ് അല്ല. രണ്ട് ടെക്നിക്കാലിറ്റിയിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് ശ്രീ വസന്തനോട് ഉണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യം, ശ്രീ കെ.ബി. പ്രദീപിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന് അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്നു എന്നതിനെ കുറിച്ച് അറിയാമായിരുന്നോ എന്നുള്ളത് മാത്രമാണ്.
വക്കാലത്ത് ഒഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല. അത് പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ അഡ്വക്കേറ്റാണ് അദ്ദേഹം എന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ വസന്തിന്റെ മറുപടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് സർക്കാരിന് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് തന്നെയാണ്. ബാക്കിയെല്ലാം അദ്ദേഹം ലീഗൽ ഇൻട്രിക്കസീസ് ആണ് പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം അന്വേഷണം നടക്കുന്ന ഒരു കേസ്, കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസ്, ഹൈക്കോടതി നേരിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കേസ്, ആ കേസിൽ ഭക്തരുടെ സ്വർണം സംരക്ഷിക്കുന്നതിന് നിയമപരമായും ധാർമ്മികമായും ബാധ്യതയുള്ള സംസ്ഥാന സർക്കാർ ആ കേസിൽ സ്വർണ്ണക്കൊള്ള നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന എവിടെ വെച്ചാണോ സ്വർണം വേർതിരിച്ചെടുത്തിരിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ വക്കീലായി പ്രവർത്തിച്ചിരുന്ന ഒരാളിന് അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ ഒരു നിയമനം നൽകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഈ വിഷയത്തിനെ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയാണ്. സ്വർണം സംരക്ഷിക്കേണ്ടുന്ന സർക്കാർ അത് തട്ടിയെടുത്തയാളിന്റെ വക്കീലിനെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. ശ്രീ കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞാലോചിച്ച് നോക്കൂ, അത് ട്രോളാണ് എന്നും അതൊരു കുത്താണ് എന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്ന പല ആൾക്കാരുണ്ട്. എന്തൊക്കെയായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പുറത്ത് നിന്നിരുന്ന ഒരാൾ ഇപ്പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് കേസിന് നല്ലതല്ലേ എന്നാണ്. എന്ന് വെച്ചാൽ വക്കാലത്ത് ഒഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, അപ്പുറത്ത് നിന്നയാളാണ് എന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിന് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇത് ചതിയാണ്, കൊടും ചതി. നോക്കൂ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഈ ലീഗൽ ഇൻട്രിക്കസീസിലേക്കൊന്നും ആരും പോകുന്നില്ല. LDF ഭരണത്തിലിരിക്കുന്ന സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നീതിപൂർവകമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കില്ല എന്നുള്ള ഒരു ആശങ്കയായിരുന്നു ഇവിടുത്തെ വിശ്വാസികൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ മാറി വന്ന സമയത്ത് ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമുണ്ടായി. പക്ഷെ ഈ നിയമനം നടത്തുമ്പോൾ ഈ അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസം തിരികെ റെസിപ്രൊക്കേറ്റ് ചെയ്യാനായിട്ട് ഈ സർക്കാർ ബാധ്യസ്ഥമാണ് എന്ന് കരുതിയ ആൾക്കാരോട് ഈ സർക്കാർ പുച്ഛിക്കുകയാണ്, അവരുടെ മുഖത്ത് നോക്കി തുപ്പുകയാണ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടക്കാൻ. നോക്കൂ, ഇവിടെ ഇപ്പോ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ താങ്കളൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ് വീഴ്ച എന്നുള്ളത് കൊണ്ടൊന്നും മയപ്പെടുന്നുണ്ടോ? ഈ കേസ് തന്നെ അട്ടിമറിക്കാനുള്ള നീക്കം എന്ന നിലയിലാണ് പ്രതിപക്ഷം വലിയ ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ഈ കേസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമായിരുന്നുവെങ്കിൽ അത് എവിടെ നിന്നുണ്ടായി? ആർക്കാണ് അതിന്റെ ആവശ്യം? ഏത് നിലയിലാണ് ആ നീക്കങ്ങൾ നടന്നത് എന്നത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? രാജി കൊണ്ട് മാത്രം തീരുന്നതല്ല, അന്വേഷണം വേണമെന്നൊരു ആവശ്യം എന്തുകൊണ്ട് താങ്കൾ ഉന്നയിക്കുന്നില്ല? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത്രയും ലെവലിൽ പോകാൻ തക്ക ഇൻഗ്രീഡിയൻസ് ഇതിനുണ്ടോ എന്നറിയില്ല. തീർച്ചയായിട്ടും ഒരു സംശയമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം ശ്രീ VD സതീശൻ അടക്കം അത് വിശദീകരിച്ചില്ലെങ്കിൽ നന്നായിരുന്നു. അതായത് എന്ത് മാനദണ്ഡത്തിലാണ് ശ്രീ KB പ്രദീപിനെ എടുത്തത്, എന്താണ് ഇതിന്റെ യാർഡ് സ്റ്റേക്ക്, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ അപ്പാരന്റ് ഓൺ ദി ഫേസ് ആണ്. അതായത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. സാങ്കേതികത്വം ഒരുപക്ഷെ പറഞ്ഞേക്കാം, പക്ഷേ അത് ശ്രീ VD സതീശന്റെ ലെവലിൽ നിന്ന് ഒരാൾ വിശദീകരിച്ചാൽ നന്നായിരുന്നു. ശ്രീ K മുരളീധരൻ വളരെ ഭംഗ്യന്തരേണ തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുകയും അത് മുഖ്യമന്ത്രിയിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരു കാര്യം മനസ്സിലായി. ഒരു സെൽഫ് പകുതി ട്രോൾ ആയിട്ടാണ് പറഞ്ഞത്. എതിർഭാഗത്തിന്റെ പോയിന്റ്സ് ഒക്കെ അറിയാമല്ലോ. ശ്രീ K മുരളീധരന്റെ അല്ലെങ്കിൽ ശൈലികൾ അറിയാവുന്നവർക്ക് അറിയാം. ശ്രീ K മുരളീധരൻ കൃത്യമായിട്ട് തനിക്ക് ഉത്തരവാദിത്തമല്ല വേറൊരാൾക്കാണ് ഉത്തരവാദിത്തം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്ത് പശ്ചാത്തലത്തിലാണ് വന്നതെന്ന് അറിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. കാര്യം CPM-ന്റെ ഭാഗത്തു നിന്ന് വളരെ തെറ്റായ സമീപനം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടായില്ല. അപ്പം കോൺഗ്രസും BJP-യുമാണ് വളരെ ശക്തമായി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തത്. അതിൽ തന്നെ കോൺഗ്രസ് ഭരണത്തിലേറുമ്പോൾ കുറെ കൂടെ സുതാര്യവും കുറെ കൂടെ കൃത്യവുമായ സൂക്ഷ്മവുമായ നിലപാടുകൾ ആ വിഷയത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടൊരു നിരാശയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ശ്രീ VD സതീശനെയോ ശ്രീ K മുരളീധരനെയോ അല്ലെങ്കിൽ ബാക്കി ഭരണത്തിലിരിക്കുന്ന ആരെങ്കിലും സംശയിക്കേണ്ട ഒരു അവസ്ഥയുണ്ടെന്ന്. കാര്യം സ്വർണ്ണക്കൊള്ള വിഷയം രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ ഏറ്റവും പ്രോജ്വലമായി പോരാടിയത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ആർക്ക് സംശയമുണ്ടെന്ന്. പലപ്പോഴും BJP വേണ്ട രീതിയിൽ പോരാടിയില്ല എന്നൊരു വിമർശനം BJP-ക്കുള്ളിൽ പോലും ചിലപ്പോഴെങ്കിലും ഉണ്ടായി. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ ആ വിഷയത്തിൽ വിശ്വാസമാണ്. ശ്രീ VD സതീശന്റെ ഒക്കെ ഇന്റഗ്രിറ്റി അൺക്വസ്റ്റ്യനബിൾ ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം കാണില്ല.